ഗുവാഹത്തിയിലെ ബർസപാര സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസന്റെ പ്രകടനത്തിൽ പ്രതീക്ഷയർപ്പിച്ചെത്തിയ ആരാധകർക്ക് അർഹിച്ചത് നൽകാൻ സഞ്ജുവിനായില്ല. ആവേശകരമായ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസണ് ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ തന്റെ പ്രതിബദ്ധം കണ്ടെത്താൻ സാധിക്കാത്തത് ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ തിരിച്ചടിയായി. തന്റെ മുൻ ടീമായ രാജസ്ഥാൻ റോയൽസിനെതിരെ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു വെറും 6 റൺസ് എടുത്ത് പുറത്തായത് ആരാധകരെ തീർത്തും നിരാശരാക്കി. തന്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു അരങ്ങേറ്റം കുറിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്കുണ്ടായത്. എന്നാൽ CSKയുടെ പവർ പ്ലേയിലെ പോരായ്മകൾ പരിഹരിക്കാൻ സഞ്ജു എത്തുമെന്ന് വിശ്വസിച്ചവർക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. ആദ്യ മത്സരത്തിൽ തന്നെ ഒറ്റയക്കത്തിന് പുറത്തായതോടെ സഞ്ജുവിന്റെ റെക്കോർഡ് നേട്ടങ്ങൾക്കും മങ്ങലേറ്റു. തന്റെ മുൻ ടീമിനെ നേരിടുമ്പോഴുണ്ടാകുന്ന വൈകാരിക സമ്മർദ്ദം സഞ്ജുവിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ബർസപാര സ്റ്റേഡിയത്തിലെ ഈർപ്പമുള്ള പിച്ചിൽ ദക്ഷിണാഫ്രിക്കൻ പേസർ നാന്ദ്രെ ബർഗറുടെ വേഗതക്കും കൃത്യതക്കും മുന്നിൽ സഞ്ജുവിന് പിടിച്ചു നിൽക്കാനായില്ല. ബർഗറിന്റെ കൃത്യതയാർന്ന ഇൻസിംഗറിൽ സഞ്ജുവിന്റെ തെറിക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് വേണ്ടി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം സഞ്ജു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. ആദ്യ ഓവറിൽ തന്നെ ജോഫ്ര ആർച്ചർക്കെതിരെ ഒരു 4 അടിച്ച് സഞ്ജു സിഗ്നൽ നൽകിയെങ്കിലും രണ്ടാം ഓവറിൽ താരം വീഴുകയായിരുന്നു. 7 പന്തിൽ നിന്ന് ഒരു 4 അടക്കം 6 റൺസാണ് ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോക്ക് തന്റെ പഴയ ഫ്രാഞ്ചൈസിക്കെതിരെ ആദ്യ മത്സരത്തിൽ നേടാനായത്. MS ധോണിയുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും വലിയ ഉത്തരവാദിത്തോടെ ഗ്രീസിലെത്തിയ സഞ്ജുവിന്റെ മടക്കം പവർ പ്ലേയിൽ തന്നെ ചെന്നൈയെ സമ്മർദ്ദത്തിലാക്കി. വർഷങ്ങളോളം രാജസ്ഥാൻ റോയൽസിനെ നയിച്ച സഞ്ജു സാംസണും ചെന്നൈയുടെ വിശ്വസ്തനായ രവീന്ദ്ര ജഡേജയും പരസ്പരം ടീം മാറിയ ശേഷമുള്ള ആദ്യ പോരാട്ടമായിരുന്നു ഇത്. ഇതിൽ സഞ്ജുവിനെ നേരത്തെ പുറത്താക്കാൻ സാധിച്ചത് രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗിന് വലിയ ആശ്വാസമായി. സഞ്ജുവിന് പിന്നാലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും 6 റൺസ് എടുത്ത് മടങ്ങിയതോടെ ചെന്നൈയുടെ തകർച്ച പൂർണ്ണമായി. ആർച്ചറാണ് ഗെയ്ക്വാദിന്റെ കുറ്റി തെറിപ്പിച്ചത്. പവർ പ്ലേയിൽ തന്നെ മുൻനിരയിലെ 4 ബാറ്റർമാരെയും നഷ്ടമായത് ഋതുരാജിനും സംഘത്തിനും മത്സരത്തിൽ വലിയ തിരിച്ചടിയാണ് നൽകിയത്. മത്സരത്തിൽ സഞ്ജുവും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും ക്ലീൻ ബൗണ്ടായി മടങ്ങിയത് CSKയുടെ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവ നാണക്കേടായി മാറി. IPL ചരിത്രത്തിൽ ആദ്യമായാണ് ചെന്നൈയുടെ 2 ഓപ്പണർമാരും ക്ലീൻ ബൗണ്ടായി പുറത്താകുന്നത്. നാന്ദ്രെ ബർഗറുടെ മികച്ചൊരു പന്തിലാണ് സഞ്ജു പുറത്തായതെങ്കിൽ ജോഫ്ര ആർച്ചർക്കെതിരെ അനാവശ്യ ഷോട്ടിന് മുതിർന്നാണ് ഗെയ്ക്വാദ് ആ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. ഇതോടെ ചെന്നൈയുടെ മുൻനിര തകർന്നു വീഴുകയായിരുന്നു. ചെന്നൈയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഒന്നടങ്കം പരാജയപ്പെട്ടതോടെ ടീം മറ്റൊരു മോശം റെക്കോർഡിലേക്കും എത്തിച്ചേർന്നു. സഞ്ജു സാംസൺ, ഋതുരാജ്, ആയുഷ് മാത്രേ, മാത്യു ഷോട്ട് എന്നിവരടങ്ങിയ ടോപ്പ് 4 വെറും 14 റൺസിനാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. IPL ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ CSKയുടെ ആദ്യ 4 ബാറ്റർമാർ ചേർന്ന് നേടുന്ന കുറഞ്ഞ 3ാമത്തെ സ്കോറാണിത്. ഇതിനു മുമ്പ് 2020 മുംബൈക്കെതിരെ 3 റൺസിനും 2022 8 റൺസിനും 2011 RCBക്കെതിരെ 14 റൺസിനും ചെന്നൈയുടെ ടോപ്പ് ഓർഡർ തകർന്നിരുന്നു. ഇത്തരത്തിൽ വലിയ നിരാശയോടെയാണ് സഞ്ജു സാംസൺ തന്റെ പുതിയ സീസൺ ആരംഭിച്ചിരിക്കുന്നത്. തന്റെ കരിയറിലുടനീളം വലിയ വെല്ലുവിളികൾ അതിജീവിച്ച് കരുത്തോടെ തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമാണ് സഞ്ജുവിനുള്ളത്. ആദ്യ മത്സരത്തിലെ പാളിച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരും മത്സരങ്ങളിൽ താരം ഫോമിലേക്ക് ഉയരുമെന്നും വിമർശകർക്ക് തന്റെ ബാറ്റിലൂടെ മറുപടി നൽകുമെന്നാണ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്.